ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമായ ചെമ്മീൻ പീര വറ്റിച്ചതാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെമ്മീൻ വൃത്തിയാക്കി നീളത്തിൽ രണ്ടായിട്ട് മുറിച്ചത് 200 ഗ്രാം, തേങ്ങ തിരുമിയത് 1/4 കപ്പ്, ചുവന്നുള്ളി അരിഞ്ഞത് 1/4 കപ്പ്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് 4 എണ്ണം, ഇഞ്ചി ചതച്ചെടുത്തത് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ അല്ലെങ്കിൽ എരിവിനനുസരിച്ച്, കറിവേപ്പില 1 തണ്ട്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, കുടംപുളി 3 എണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് 15 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു മൺചട്ടിയിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നല്ല വലുപ്പമുള്ള ചെമ്മീൻ ആയത് കാരണം ഞാൻ അതിൻ്റെ നടുക്കൂടെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇപ്പം രണ്ടായിട്ട് മുറിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു കറുത്ത നാര് പോലൊരു സാധനമുണ്ട്, അതെടുത്ത് കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർക്കാം, ഇനി പച്ചമുളക് എരിവിനനുസരിച്ച്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി ചേർക്കാം, ഈ മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ അധികം എരിവുണ്ടാകില്ല, നല്ല കളറും കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി അതിനോടൊപ്പം ഇത് വേകുന്നതിനായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടംപുളി ചേർക്കുമ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 15 മിനിറ്റ് നേരമെങ്കിലും അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടേ ഉപയോഗിക്കാവൂ. ഇനി തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചുവന്നുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ വളരെ എളുപ്പം തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തുറന്ന് വെച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ പീര വറ്റിച്ചത് റെഡി ആയി കഴിഞ്ഞു. ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് യൂട്യൂബിലെ പാചകലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലെ പേജ് ലൈക്ക് ചെയ്യുക.